നമ്മളിപ്പം പോണത് എറണാകുളത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പോയി നോക്കട്ടോ. എൻ്റെ പൊന്നേട്ടാ, ഇത്രയും വൃത്തിയായിട്ട് ഫുഡ് തരാണ് ആരും കൂടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊരു ബിരിയാണിയും ഒരു മീൽസും ഓർഡർ ചെയ്തു. 368 ഒരു ഫുഡിൻ്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ടേസ്റ്റോ ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. കേരളത്തിലുള്ള പല ഹോട്ടലിലും ഇതിൻ്റെ പകുതി വിലക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കിട്ടും കേട്ടോ. ഇങ്ങനെ പറഞ്ഞ വാക്ക് കേട്ട് നമ്മളിന്ന് ഒഴിവ് ദിവസമാണല്ലോ, നേരെ ബൈക്ക് എടുത്തിട്ട് നേരെ ലുലു മാളിൻ്റെ അങ്ങോട്ട് വിട്ടിട്ടോ. ലുലു മാൾ കഴിയും അതിന്റെ തൊട്ടടുത്ത് നമുക്ക് പെട്ടെന്ന് ഹോട്ടൽ ഫൈൻഡ് ചെയ്യാൻ പറ്റിട്ടോ. എത്തി നോക്കുന്ന ഒരു അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ലുലു മാൾ കഴിഞ്ഞ് തൊട്ട് വലത്തോട്ടുള്ള ഈ ഇറക്കം ഇറങ്ങിയ തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നേരെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബോർഡ് കാണും, 2 വീലേഴ്സ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോട്ടൽ തുടങ്ങിയ ടൈമിന് കാറിനൊന്നും ഇവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് നടക്കാം. ഉള്ളിലെത്തി ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണി മീൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് 5 മിനിറ്റ് ഡിലേ ആവുകയാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് അടുത്ത തവണ വരുന്നേരം ആ ഫുഡ് നമുക്ക് തരും. ഇവിടെ മെയിൻ ആയിട്ട് മീൽസ് മാത്രമല്ല കേട്ടോ, ജ്യൂസ് ഐറ്റംസ് ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നമുക്ക് കാണാം ഇന്നത്തെ റേറ്റിനനുസരിച്ച് അവിടെ യൂസ് ചെയ്യുന്ന ഓരോരോ ഐറ്റംസിന്റെയും റേറ്റ്. അരി തൊട്ട് ഗ്യാസ് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലിസ്റ്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. മീൽസ് 89 രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫിഷ് കറിയുള്ള മീൽസ് ആണെങ്കിൽ 139 രൂപയാണ് കേട്ടോ. ചിക്കന് ബീഫ് ഫിഷ് ഐറ്റംസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്കടയുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ ഈ ബോർഡ് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളൊരു മീൽസും ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് 368 രൂപയായിട്ടോ. 3 രൂപന്റെ ചായക്ക് ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മളങ്ങനെ നടന്നൊരു ടേബിളിൽ ഇരുന്ന് അവിടെ ബാഗ് വെച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എന്താക്കുന്ന ഒരു ഈച്ച ഇവിടെ വന്നിട്ടോ. മഴക്കാലല്ലേ, 1-2 ഈച്ചയൊക്കെ ഉണ്ടാവും. നമുക്ക് ഫുഡിന്റെ ടേസ്റ്റ് ആണല്ലോ മെയിന്. നമ്മൾ ഇരുന്നതിന്റെ തൊട്ട് ബാഗിൽ തന്നെ ടീമൊക്കെ ആയിട്ട് വരുന്നവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ക്യാരം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന ബോക്സിൽ നല്ല സൗണ്ട് പാട്ട് വെച്ചോണ്ടോട്ടോ നമ്മൾ വീട്ടിൽ വന്നിങ്ങായിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നേ. ഇപ്പൊ കറക്റ്റ് 2 മണിയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത ടോക്കൺ സിസ്റ്റം ആണ് കേട്ടോ. നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 61 ആണ്. മറ്റേ ടേബിളിൽ അതാക്കാൻ ഒരു ഈച്ച വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈച്ച ശല്യമുള്ള ഒരു ഏരിയ ആണ് തോന്നുന്നത് ഇവിടെ. നമ്മൾ ഇവിടുന്ന് ഈച്ചന്റെ കണക്കൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും അവിടുന്ന് ടോക്കൺ നമ്പർ വിളിച്ച് അപ്പൊ തന്നെ സാധനം ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങോട്ട്. ഉച്ച സമയം തന്നെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ ടോക്കൺ അവിടെ കൊടുത്ത് നേരെ ഇവിടുന്ന് 2 ഫുഡും എടുത്ത്, ബിരിയാണിയും എടുത്തു മീൽസും എടുത്ത് നേരെ നമ്മൾ ടേബിളിലേക്ക് നടക്കട്ടോ. ഫുഡിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നമ്മൾ ഇതാക്കണ നേരെ ടേബിൾ മേലേക്ക് ഓടിയ 139 രൂപന്റെ മീൽസിൽ വരുന്നത് ഒരു പായസം, ഒരു തേങ്ങ അരച്ച മീൻകറി, പിന്നെ ഒരു സാമ്പാറാണ്, പിന്നെ ഒരു കേബേജ് പെരിയ, അത് കഴിഞ്ഞിട്ട് ഓലൻ ഉണ്ട് കേട്ടോ, പിന്നെ ഉള്ള നെല്ലിക്ക അച്ചാറാണ്, പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ചോറും പിന്നെ പപ്പടവും. നമ്മുടെ ദം ബിരിയാണിക്ക് വരുന്നത് സാലഡും എന്തോ ഒരു അച്ചാറും പപ്പടവും ആണ് കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ സന ഫസ്റ്റ് തന്നെ സാമ്പാറും പിന്നെ എല്ലാ ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പിടി പിടിക്കാൻ പോവാണേ. പിന്നെ മെയിനായിട്ട് ഇവിടെ തേങ്ങ അരച്ച മീൻ കറിയിൽ ചെറിയൊരു മീനുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു അയിലമീനാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കുവച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവോ ഇല്ല എന്നുള്ള ആകെയുള്ള ടെൻഷനിൽ നമ്മൾ ഇത് വേഗം തന്നെ കൂട്ടിക്കുവച്ച് കഴിക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ നമുക്കൊരു പിടി കഴിച്ചു നോക്കിയാലോ. ഫുഡ് ടേസ്റ്റ് ചെയ്ത സനന്റെ ഫേസ് ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. ഞാനിപ്പോ ഇത് എന്താ പറയാന്നോള് എന്നോട് ചോദിച്ചിരിക്കുക. ഞാൻ കൈ വാഷ് ചെയ്യാതെ കൊണ്ട് എനിക്ക് വായിലിട്ട് തന്നിട്ടോ. അയ്യോ ചേട്ടാ, എന്ത് ടേസ്റ്റ് ആ ഫുഡിനെന്ന് പറയണുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പോയിട്ട് ഒന്നിനും കൊള്ളില്ല കേട്ടോ. മീൽസ് 139 രൂപന്റെ. ഞാനപ്പം തന്നെ വേഗം ഓടിപ്പോയി കഴിഞ്ഞിട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ കഴുകി വന്നേ. മീൽസ് ഫ്ലോപ്പായ സ്ഥിതിക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷ കൂടിയ. ബിരിയാണിയിൽ ഓവർ മസാല ഒന്നും കാണാനില്ലേ, 2 വലിയ പീസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പീസൊക്കെ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ നേരെ ടേസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഫോണോളെ കൈ കൊടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സാലഡും അച്ചാറും പപ്പടവും കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുത്തേ. സത്യം പറയാലോ, അടിപൊളി ബിരിയാണി എന്ന് പറയണ പോലൊന്നും വേറെ എവിടുന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ബിരിയാണി ഒരു ബിലോ ആവറേജ് ആണ്.
കോഴിക്കോട് എറണാകുളത്തൊക്കെ ഒരുപാട് ഹോട്ടൽ ഉണ്ട് കേട്ടോ. ഇതിന്റെ പകുതി വിലക്ക് ബിരിയാണി കിട്ടുന്ന നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന 150 രൂപന്റെ ബിരിയാണി കിട്ടുന്ന ഹോട്ടലുകൾ താഴെ കമന്റ് ചെയ്യണേ. മീൽസ് പറ്റ ഷോകാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു പിടി സനക്ക് വാരി കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു മീൽസിനെക്കാട്ടിലും ബെറ്റർ ആണ് ബിരിയാണി എന്ന് കേട്ടോ. മീൽസിന് നല്ല വെള്ളം പുളിയാണ് കേട്ടോ. കറിക്കൊക്കെ തന്നെ അങ്ങനെ ഉപ്പോ എരിവോ അങ്ങനത്തെ വികാരങ്ങളില്ലാത്ത കറിയാണ് കേട്ടോ ഉള്ളത്. ബിരിയാണി പീസിന് മസാല പിടിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ മീൽസിനെക്കാട്ടിലും കൊള്ളാം. അപ്പൊ ഞാനും അവളോട് പറഞ്ഞു എന്നാ എൻ്റെ പകുതി ചോറ് ഇങ്ങോട്ടിട്ട് ഞാൻ പകുതി ബിരിയാണി അങ്ങോട്ട് തരാമെന്ന്. അങ്ങനെ എനിക്ക് കിട്ടിയ മീൽസ് ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഫുഡിന് ഒരു ടേസ്റ്റും ഇല്ല. നല്ല ചൂടുള്ള വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോ, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നേരം വെള്ളം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നേ. പൊതുവെ ഫുഡ് ബാക്കിയാക്കാറില്ല കേട്ടോ, പക്ഷെ ഇവിടെ നിന്ന് എന്തോ ബാക്കിയാക്കേണ്ടി വന്നു. ഇത്ര പൈസന്റെ ക്വാളിറ്റിക്കുള്ള ഫുഡ് ഇതില്ലാന്ന് 100% ഉറപ്പാണ്. മീൽസും അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അവസാനം നമ്മൾ പായസം കുടിക്കാണ് കേട്ടോ. പായസത്തിന് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. പക്ഷെ പായസം ഇതുവരെ ഉള്ള പോലെ അല്ല കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചൂടില്ല, പക്ഷെ നല്ല പായസമാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കൈ വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ലേ. നമ്മൾ സങ്കടപ്പെട്ട് ഇറങ്ങുന്നേരം ഇവിടെ ഇതാക്കണ അടുത്ത ടേബിളിൽ ഇതുപോലെ തന്നെ ഒരുപാട് ആൾ ഫുഡ് ബാക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് 3 രൂപൻ്റെ ഒരു ചായ പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെതാണ്. 3 രൂപൻ്റെ ചായ അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 499 രൂപൻ്റെ ടീ ക്ലബ്ബ് കാരണം മെമ്പർഷിപ്പ് എടുക്കണേ. ഇതുവരെ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം. ഇന്നത്തെ വീഡിയോ ഇതുവരെ.